ഹായ് ഗൈസ്, ക്ലിക്സ് ഓൺ വ്ലോഗ്സ് ടിജോ നമ്മുടെ ചാനൽ എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പോൾ എൻ്റെ ബാക്കി കണ്ടോ, നല്ല അടിപൊളിയായിട്ട് തേക്കിൻ്റെ പാനൽ ചെയ്തേക്കുന്നുണ്ടോ. പക്ഷെ ഇത് തേക്കിൻ്റെ തടി കൊണ്ട് പാനൽ ചെയ്തേക്കുന്നതല്ല, ഇത് നമ്മൾ കൈപ്പിടിയാണ്, കൈകൊണ്ട് നമ്മൾ വരച്ച് ചെയ്തേക്കുന്നതാണ്. അപ്പം ഇതെങ്ങനെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് നമുക്കിത് വരച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ ചാനൽ അതായിട്ട് കാണുന്നുണ്ട്, സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, ആ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യാം. അപ്പം ഞാൻ അടുത്ത വീഡിയോ നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഹാൻഡ് റെയിൽ. അപ്പോൾ നമ്മളിത് ചെയ്തിരിക്കുന്നത് ചുടുകട്ട കൊണ്ട് കെട്ടിയാണ് നമ്മളിത് ഹാൻഡ് റെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് നമ്മളൊരു 2 കൂട്ട് പുട്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പുട്ടി അടിച്ചതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഓയിൽ ബേസ് സിമെൻറ്റ് പ്രൈമർ നമ്മൾ ഒരു കോട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പുട്ടി പോകാതിരിക്കാനും അങ്ങനെയൊക്കെയുള്ള ഉപയോഗത്തിനാണ് നമ്മൾ ഓയിൽ ബേസ് സിമെൻറ്റ് പ്രൈമർ നമ്മൾ ഒരു കോട്ട് അടിച്ചത്. പിന്നെ അതിന് മുകളിൽ നമ്മൾ ബെർജറിൻ്റെ പെയിൻറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ബെർജറിൻ്റെ സാറ്റിൻ ഇനാമിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് ബേസ് കോട്ടായിട്ടാണ് നമ്മൾ 2 കോട്ട് നമ്മൾ ബേസ് കോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബേസ് കോട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സാറ്റിൻ ഇനാമിൽ തന്നെയാണ്, ബെർജറിൻ്റെ. അത് നമ്മൾ 2 കോട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റെയിൻ ചെയ്യാം. അപ്പം അത് നമ്മൾ തേക്കിൻ്റെ പൗഡറാണ് എടുത്തിരിക്കുന്നത്. തേക്കിന് വരയ്ക്കുന്ന ഈ പൗഡർ വെച്ചാണ് തേക്കിന് നമ്മൾ ഡിസൈൻ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ തേക്കിന് പൗഡർ എടുത്തിട്ട് നമ്മൾ ഈ ഫെവിക്കോളിനകത്ത് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പം പെട്ടെന്ന് ഇളകി പുറത്ത് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും. അപ്പം നമ്മൾ ഫെവിക്കോളിന് വെള്ളം മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ തേക്കിന് പൗഡറും കൂടി എടുത്ത് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഈ വീഡിയോ കാണുന്ന പോലെ നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ സെർച്ച് കാണുകയാണെങ്കിൽ നമുക്ക് ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇത് നമ്മൾ വളരെ നോർമലായിട്ട് ചെയ്യുന്നതാണിത്. അപ്പം ഇതിൻ്റെ വേറെ പലതരത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഏറ്റവും കുറഞ്ഞ ചിലവിൽ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന രീതിയാണിത്. അപ്പം ഇതിന് കൂടിയത് നല്ല ചിലവ് ഉള്ള ചെയ്യുന്ന ഒത്തിരി പെയിൻറ്റുകൾ നമുക്ക് കിട്ടും. അപ്പം നല്ല അടിപൊളിയായിട്ട് ഇതിനേക്കാൾ നല്ല ഇതായിട്ട് തിളങ്ങി നിൽക്കും. അപ്പം നമ്മളിത് ചെയ്യുന്നത് നമ്മൾ നോർമലായിട്ട് വളരെ കോസ്റ്റ് കുറഞ്ഞ രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ നമ്മൾ തേക്കിൻ്റെ നമ്മുടെ ഗ്രെയിൻസൊക്കെ വരച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്കിത് വളരെ ഈസിയായിട്ട് നമുക്കിത് വരയ്ക്കാൻ സാധിക്കും. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇത് വരയ്ക്കുന്ന എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
നമ്മൾ വരച്ചെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിനി ഒരു കോട്ട് സീലർ നമ്മൾ അടിക്കുന്നുണ്ട്. ഒരു കോട്ട് സീലറും ഇപ്പോൾ 2 കോട്ട് ക്ലിയറും കൂടിയാണ് നമ്മൾ അടിക്കുന്നത്.